ഹൾക്കിന്റെ റിവ്യൂ ഇട്ടപ്പോൾ എനിക്ക് വന്ന കുറച്ച് കമന്റ്സ് ആയിരുന്നു, ഇനി തോർ കാണണം, തോറിന്റെ ആണ് വലിയ ഫാൻ ആവാൻ പോകുന്നതെന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഹൾക്കിനെ തന്നെയാണ് ഇഷ്ടം, തോർ കണ്ടതിന് ശേഷം. എന്താണെന്ന് എനിക്കറിയില്ല. ചിലരൊക്കെ പറയുന്നു ഹൾക്കിനി വരുന്ന സിനിമകളിലൊക്കെ കോമഡി പീസാവുമെന്ന് അറിയില്ല, നോക്കാം. പക്ഷെ കറന്റ്ലി എനിക്ക് തോറിനേക്കാൾ ഇഷ്ടം ഹൾക്കിനെ തന്നെയാണ്. നമ്മൾ അയൺമാൻ ആണെങ്കിലും ഞാൻ അറിയാതെ ക്യാപ്റ്റൻ അമേരിക്കയാണ് ആദ്യം കണ്ടത്. ക്യാപ്റ്റൻ അമേരിക്ക ആണെങ്കിലും പിന്നെ ക്യാപ്റ്റൻ മാർവൽ ഞാൻ അറിയാതെ കണ്ടതാണ്. അതും വേറൊരു പ്ലാനറ്റിലാണ് ബേസിക്കലി നടക്കുന്നത്. അതുപോലെ തന്നെ തോറ് വേറൊരു പ്ലാനറ്റിലാണ്. പക്ഷെ അവിടുത്തെ സിസ്റ്റം ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവിടെ ഒരു രാജഭരണമാണ്. അതുപോലെ വേറെ ടൈപ്പ് സെറ്റപ്പുകളാണ്. രാജാവ്, രാജകുമാരന്മാര്, അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇതില് ഒരാൾ തോറും, രണ്ട് മക്കളാണ്, ഒരാൾ തോറും ഒരാൾ ലോക്കി. അപ്പൊ ഈ ലോക്കി ബേസിക്കലി ലോക്കിക്ക് കുറേ ഫാൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ എനിക്ക് തോറ് കണ്ടിട്ട് ലോക്കിക്ക് എങ്ങനെയാണ് ഇത്രയും ഫാൻസ് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം അയാളൊരു വില്ലൻ ക്യാരക്ടർ അല്ലേ. ചിലപ്പോൾ ഇനി വരുന്ന സിനിമയിൽ ലോക്കി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് ചിലപ്പോൾ ഞാൻ ഫാനായിന്ന് വരാം. പക്ഷെ കറന്റ്ലി എനിക്ക് തോറിന്റെ ഫസ്റ്റ് സിനിമ കണ്ടിട്ട് ലോക്കിനെ വലിയ ഫാനായിട്ടൊന്നും തോന്നിയില്ല. വരുന്ന സിനിമകൾ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ തോറിന്റെ സിനിമ നല്ല വേറൊരു വേൾഡിൽ തുടങ്ങി. ആ വേൾഡിന്റെ എന്താ പറയുക, ഭയങ്കര രസമുള്ള ഗ്രാഫിക്സ്, അതിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയാറില്ല, ഗ്രാഫിക്സ് പാർട്ടിനെ പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, കാരണം അത്ര അടിപൊളിയായിരുന്നു. സോ അങ്ങനെ തോർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെൽബിൽഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര വലിയൊരാളായിരുന്നു. തോറ് നടന്നു വരുമ്പോൾ ഒരു രണ്ടാളും നടന്നു വരുന്നതിൻ്റെ ഒരു പവറായിരുന്നു. അപ്പൊ അങ്ങനത്തെ വലിയൊരാളാണ് തോറ്. അപ്പോൾ പുള്ളിക്ക് ഒരു ഹാമറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പുള്ളി ഒരു ആക്സിഡൻ്റലി ഒരു ശാപമൊക്കെ കിട്ടി ഭൂമിയിലേക്ക് വരികയാണ്. അങ്ങനെ അയാളെ ഹെൽപ്പ് ചെയ്യാൻ ചെയ്യുന്നു പറഞ്ഞ ഒരു സ്ത്രീയും പിന്നെ അവളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ തോറിനെ ഭൂമിയിലേക്ക് വിടുന്ന അസ്ഗാർഡ് എന്ന് പറഞ്ഞൊരു വേൾഡിൽ നിന്നാണ്. ഫ്രോസ്റ്റ് ജെയിംസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അവര് തൊട്ട് കഴിഞ്ഞാൽ അവരൊക്കെ ഐസായി മാറും. അപ്പൊ രാജാവാകുമ്പോൾ നേരത്തെ ഈ ഫ്രോസ്റ്റ് ജെയിംസ് ഒന്ന് പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ എനിക്ക് ഇതിന്റെ ഒരു സംശയമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോസ്റ്റ് ജെയിംസിന്റെ അടുത്തുനിന്ന് ഓഡിൻ, അതായത് നമ്മുടെ തോറിന്റെ അച്ഛൻ, ഒരു നല്ല മിന്നുന്ന ഒരു സാധനം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അത് ടെസറാക്റ്റ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇതിന്റെ എൻഡ് ക്രെഡിറ്റില് ടെസറാക്റ്റ് തന്നെയാണ് മറ്റേ ഫ്യൂറി ഒരാളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണോ ടെസറാക്റ്റ്, ഇനി അത് ടെസറാക്റ്റിൽ നിന്ന് പൊട്ടി വന്ന വല്ല ഭാഗമാണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇതിൽ ഏതാണ് ഒറിജിനൽ ടെസറാക്റ്റ് എന്ന് അറിയാവുന്നവരൊന്നും കമന്റ് ചെയ്യും. എനിക്ക് എന്നൊരു ഡൗട്ടാണ്, ഈ ഓഡിന്റെ കയ്യിലിരിക്കുന്നത് ടെസറാക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യും. സോ അങ്ങനെ ഈ ഫ്രോസൺ ജയൻസിനെ തോപ്പിക്കാൻ വേണ്ടി തോറിന്റെ ഫ്രണ്ട്സ് കൂടി പോകും. അങ്ങനെ അത് ഓഡിന് വലിയ ഇഷ്ടപ്പെടുകയൊന്നുമില്ല. അങ്ങനെ ഓഡിൻ ഓൾറെഡി പറഞ്ഞാണ് അങ്ങനെ ചെയ്യരുതെന്ന്. പക്ഷെ തോറ് പറഞ്ഞൊക്കെ കണ്ട് അങ്ങനെ ചെയ്യുകയാണ്. അങ്ങനെ ഫ്രോസ്റ്റ് ജെയിംസ് പോയി അടി ഉണ്ടാക്കി പ്രശ്നമൊക്കെ ആക്കിയതിന് എന്താ ജീവൻ അപായപ്പെടുത്താൻ ശ്രമിച്ചതിൽ അങ്ങനെയാണ് ഓഡിൻ തോറിനെ താഴത്തേക്ക് വിടുന്നത്. അതുപോലെ തോറിന്റെ കയ്യിലിരുന്ന ഹാമർ മൊൾനിയർ കൂടി ഈ ഓഡിൻ താഴത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ പുള്ളി അത് ഓഡിൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് റിസർവിങ് ആയിട്ടുള്ള ആളുടെ കയ്യിൽ മാത്രമേ സാധനം എത്താവുള്ളൂ എന്നാണ്. അപ്പോൾ എല്ലാവരും ഈ ഹാമർ എടുക്കാൻ ട്രൈ ചെയ്യും, പക്ഷെ ആർക്കും ഇത് കിട്ടില്ല. അവസാനം തോർ ഡിസർവിങ് ആയതുകൊണ്ട് തോറിന് ഈ ഹാമർ തന്നെ കയ്യിലേക്ക് വരികയാണ്. കാരണം തോർ എല്ലാവരും രക്ഷിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു, വേൾഡിലെ മനുഷ്യന്മാരെയൊക്കെ രക്ഷിക്കാൻ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ സിനിമ കഴിഞ്ഞു. ഇതിന്റെ എൻക്രെഡിറ്റിൽ ഞാൻ പറഞ്ഞ പോലെ തോറിനെ ഇവിടെ ലോകത്തിൽ നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത 2-3 പേരുണ്ട്. ഇതിലൊരാളെ, അയാൾ വലിയൊരു സയന്റിസ്റ്റാണ്. ഈ ഒരു സയന്റിസ്റ്റിനെ നിക് ഫ്യൂറി കൊണ്ടുവന്ന് ടെസറാക്റ്റ് കാണിക്കുകയാണ്. അപ്പോൾ ലോക്കി ഈ സമയത്ത്, ലോക്കി എന്ന് പറഞ്ഞ ആ ക്യാരക്ടറിന് അറ്റ് എ ടൈം കുറെ ലോക്കികളായി മാറാൻ പറ്റും. അങ്ങനെ ഒരു പവർ ലോക്കിക്ക് ഉണ്ട്. അപ്പൊ സിനിമ അവസാനം ആവാറാവുമ്പം ലോക്കിയും തോറും തമ്മിൽ അടിയാവുകയാണ്. അപ്പം ലോക്കിക്ക് എപ്പോഴും കിങ് ആവാനും അതുപോലെ ഓഡിനെ, അതായത് ഇവരുടെ അച്ഛനെ ഭയങ്കര സാറ്റിസ്ഫൈ ചെയ്യാനും ആഗ്രഹമുള്ള ഒരു മോനാണ്. പിന്നെ നമ്മൾ അറിയുന്ന കാര്യം എന്ന് വെച്ചാൽ ലോക്കിനെ ദത്തെടുത്താണ്. ലോക്കി ബേസിക്കലി ഒരു ഫ്രോസ്റ്റ് ജയന്റ് ആണ്. അത് നമ്മൾ സിനിമയുടെ ഒരു പാർട്ടിൽ അറിയുന്നുണ്ട്, ഒരു ഇടയ്ക്കെന്ന് നമ്മൾ അറിയുന്നുണ്ട്. അങ്ങനെ ഈ തോറ് ലോക്കിയും കൂടി അടി ഉണ്ടാക്കി അവസാനം ലോക്കിക്ക് രക്ഷപ്പെടാൻ താല്പര്യമില്ലാതെ ലോക്കി സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ താഴത്തേക്ക് വീണു പോവാണ്. അങ്ങനെ ലോക്കി താഴെ വീഴും.
എന്നിട്ട് പക്ഷെ ലോക്കിയുടെ ഒരു ഫോം എർത്തിൽ വന്നിട്ട് ഈ ടെസ്റാക്ട് കാണുകയാണ്. സോ അങ്ങനെയാണ് എൻ ക്രെഡിറ്റിൽ സിനിമ തീരുന്നത്. അപ്പോൾ അവർ ജെയിനിന് വാക്ക് കൊടുക്കുന്നുണ്ട് ലോകത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ തോർ ആക്ച്വലി ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ എർത്തും അതുപോലെ വേറെ വേൾഡ്സ് 9 റിയലംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇത് തോർ തകർക്കുകയാണ്. അപ്പോൾ ഇനി എർത്തിലേക്ക് വരാൻ പറ്റുന്നതാണ് ഇവരുടെ ബ്രിഡ്ജിന്റെ കാവൽക്കാരൻ തോറിനോട് പറയുന്നത്. വരാൻ പറ്റില്ല എന്നുള്ളത് ഇനി ബാക്കി സിനിമകൾ കാണുമ്പോഴാണ് ഇനി മനസ്സിലാവുള്ളൂ. എന്തായാലും എർത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ രക്ഷിക്കാൻ വരാമെന്ന് വാക്ക് കൊടുത്ത് ഫ്യൂറിക്ക് വാക്ക് കൊടുത്തിട്ടാണ് തോർ തിരിച്ച് പുള്ളിയുടെ സ്ഥലം അസ്ഗാർഡിലേക്ക് പോകുന്നത്. സോ അങ്ങനെ സിനിമ തീരാണ്. നല്ലതായിരുന്നു. തോർ ഇടയ്ക്കൊക്കെ അത്യാവശ്യം എന്താ പറയുക വിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ നമുക്ക് ചിരി വരുന്ന കോമഡികളുണ്ടായിരുന്നു. സ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോറിനേക്കാളും ഇഷ്ടം ഇപ്പോൾ ഹൽക്കിനെ തന്നെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു.